ഹായ് കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് ജൂനിയർ ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 എന്ന് പറയുന്ന യൂണിറ്റ് 3യിലെ ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിന്റെ പേരെന്താണ്? ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. യൂണിറ്റ് 3 ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹരിതഗിരി ഇസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. It is the river of Haridagiri. There are tall trees on both sides of the river. Okay, അപ്പം നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്തു. കഥ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ഹരിതഗിരി എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താണ്? അവിടെ ഒരു പുഴ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രീം അതിൽ കൂടെ ഒഴുകുന്നുണ്ട്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. ആ റിവർ എന്ന് പറയുന്ന പുഴ എന്ന് പറയുന്നത് എന്താണ്? ആ വില്ലേജിന്റെ ഹരിതഗിരിന്റെ എന്താണ്? റിവർ ആണത്. പിന്നെന്താണ്? there are tall trees on both sides of the river. എന്താണ്? അതിന്റെ രണ്ട് സൈഡിലായിട്ട് എന്താണ്? വലിയ വലിയ മരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. Towards summer, the trees bear colorful flowers. The wind carries the fragrance of flowers across the village. Every summer, the people of Haridagiri celebrate a festival. It is the festival of birds. അപ്പോൾ എന്താണ്? ടുവേർഡ്സ് വേനൽക്കാലം ആവുമ്പോഴത്തേക്കും എന്താണ്? ട്രീസ് ബിയേഴ്സ് കളർഫുൾ ഫ്ലവേഴ്സ്. ട്രീസ് ഒക്കെ എന്താണ്? നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്താണ്? മരങ്ങളിൽ വിരിയാറുണ്ട്. ഓക്കെ, the wind carries the fragrance of flowers across the village. അപ്പോൾ എന്താണ്? കാറ്റ്. അപ്പോൾ അവിടെ എന്താണ്? നല്ല വലിയ വലിയ മരങ്ങൾ നദീൻ്റെ രണ്ട് സൈഡിലും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ്? വിൻഡ്, കാറ്റടിക്കുമ്പോൾ എന്താണ്? ആ വിരിഞ്ഞ പൂക്കളിൻ്റെ നല്ല സ്മെല്ല് അല്ലെങ്കിൽ സുഗന്ധം എന്താണ്? ആ ഗ്രാമം മൊത്തം എന്താണ്? പടർന്നു നിൽക്കും. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അവിടെ മരത്തിൽ വിരിഞ്ഞ പൂക്കളുടെ സ്മെല്ലെല്ലാം ആ ഗ്രാമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത്. എവറി സമ്മർ ഇത് പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. അപ്പൊ എന്താണ്? സമ്മർ സീസണില്, വേനൽക്കാലത്ത് ഹരിതഗിരി എന്ന് പറയുന്ന വില്ലേജിലെ ഗ്രാമത്തിലെ ആൾക്കാർ എന്ത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്? ഒരു ഫെസ്റ്റിവൽ, ആഘോഷം. ഓക്കെ, ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട്. അതെന്താണ്? എന്ത് ഫെസ്റ്റിവലാണ്? ഇറ്റ് ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അപ്പൊ എന്താണ്? കിളികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ ഒരു ഫെസ്റ്റിവൽ അവിടെ സമ്മർ സീസണിൽ ഹരിതഗിരിയിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർ ആഘോഷിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, the people of Haridagiri treats the birds as their guest. When the birds arrive, the festival begins. The people keep the village free from loud sounds. No crackers, no bells, and no drum beats. They don't even blow the horns of vehicles. Okay, അപ്പോൾ എന്താണ്? അപ്പം സമ്മർ സീസൺ ആകുമ്പം ഹരിതഗിരിയിൽ ഉള്ള മരങ്ങളെല്ലാം പൂത്തൊലഞ്ഞ് നിൽക്കുമ്പം അതിൽ നല്ല സ്മെല്ലുള്ള ഫ്രാഗ്രൻസ് ഒക്കെ വരുന്ന കാറ്റൊക്കെ വീശിക്കൊണ്ട് ഉള്ളൊരു ഗ്രാമമാണ് നമ്മളിപ്പോൾ മനസ്സിൽ കാണേണ്ടത്. ഓക്കെ, അപ്പം സമ്മർ സീസൺ ആകുമ്പോൾ അവരെന്താണ്? ബേർഡ്സിൻ്റെ ഫെസ്റ്റിവൽ ആഘോഷിക്കും. അപ്പം എന്താണ്? സമ്മർ സീസണിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് നിറയെ ബേർഡ്സ് വരും. അപ്പം അവിടെയുള്ള ആൾക്കാർ ബേർഡ്സിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു അതിഥിയെ പോലെയാണ് ബേർഡ്സിനെ അവർ കാണുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ്സ് ബേർഡ്സ് ആസ് ഗസ്റ്റ്. ഓക്കെ, വെൻ ദ ബേർഡ്സ് അറൈവ് ദ ഫെസ്റ്റിവൽ ബിഗിൻസ്. അപ്പൊ സമ്മർ സീസണിൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള ബേർഡ്സ് ആ ഗ്രാമത്തിൽ വരുമ്പോൾ എന്താണ്? അവരുടെ ആഘോഷം തുടങ്ങുകയാണ്. ഓക്കെ, the people keep the village free from loud sounds. അപ്പൊ എന്താണ്? ഭയങ്കര ബേർഡ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സൗണ്ടുകളൊന്നും ആ ഗ്രാമത്തിൽ അവിടെയുള്ള ആൾക്കാർ ഉണ്ടാക്കാറില്ല. ഓക്കെ, അപ്പം എന്താണ് ഈ ഒച്ചയുള്ള സൗണ്ട്സ് ഒക്കെ എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവർ എന്താ പറയുന്നത്? നോ ക്രാക്കേഴ്സ്. ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പടക്കം പൊട്ടിച്ച് അവരുടെ ഉത്സവം ആഘോഷിക്കാറില്ല.
നോ ബെൽസ്, മണീന്റെ ഒച്ചകളൊന്നും ഉണ്ടാവില്ല. നോ ഡ്രം ബീറ്റ്സ്, എന്താണ് ബാൻഡ് അടിക്കുന്ന ഒച്ചയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നോർമലി ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഭയങ്കര ഒച്ചപ്പാടും പടക്കം പൊട്ടിക്കലും പിന്നെ എന്താണ് ഭയങ്കര ശബ്ദം, ഡ്രം ബീറ്റും ചെണ്ടയും, അങ്ങനെയാണ് നമ്മൾ നോർമലി എന്താണ് ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കാറ്. പക്ഷെ ഹരിതഗിരി എന്ന് പറയുന്ന വില്ലേജിൽ പ്രത്യേകതയെ ഇതാണ്. ഓക്കെ, അവര് ബേർഡ്സിനെ ഗസ്റ്റ് ആയിട്ട് കാണുകയും സമ്മർ സീസണിൽ ഡിഫറെന്റ് ബേർഡ്സ് അവരുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവര് എന്താണ് ഒട്ടും സൗണ്ട് ഉണ്ടാക്കില്ല. അവര് ആ ബേർഡ്സിന് അവിടെ വന്നിട്ട് ആ ഫെസ്റ്റിവൽ ആഘോഷിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ വന്ന് സമാധാനത്തോടെ തിരിച്ചു പോകാനുള്ളൊരു എന്താണ് ആംബിയൻസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ ഗ്രാമത്തിൽ ഉള്ള ആൾക്കാര് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് ദ വെഹിക്കിൾ. അപ്പൊ എന്താണ് അവിടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊന്നും ഓൺ അടിക്കാറ് പോലും ഇല്ല. ഓക്കെ, ആ സൗണ്ട് പോലും ബേർഡ്സിന് ഡിസ്റ്റർബൻസ് ആവുമെന്നാണ് അവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. ഓക്കെ, the festival season arrived. The villagers started decorating the house. Twinkle-tide festoons on the trees near the house. Dimple put some fruits and nuts on a plate in front of their house. They happily waited for the birds. അപ്പോൾ എന്താണ്, ആഘോഷങ്ങൾ തുടങ്ങി. The festival season arrived. ഉത്സവത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ബേർഡ്സിന്റെ ഉത്സവത്തിന്റെ സമയം ആയി. വില്ലേജസ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ്. അപ്പൊ എന്താണ്, അവിടെ ആ ഗ്രാമത്തിൽ വസിക്കുന്ന എല്ലാവരും എന്താണ് തോരണങ്ങൾ തൂക്കാൻ തുടങ്ങി. അതാണ് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറയാ. ട്വിങ്കിൾ ടൈഡ് ഫെസ്റ്റൂൺസ്. ഫെസ്റ്റൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തോരണങ്ങൾ. നമുക്ക് റിബൺസ് ഉണ്ടാകും, കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഡിഫറെന്റ് ഷേപ്സിൽ വെട്ടിയിട്ടുള്ള കുറേ തോരണങ്ങൾ കിട്ടും. അതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ കാണാം. കൂട്ടുകാരെല്ലാം ഓരോ സ്ഥലത്ത് ഓരോ കളറായിട്ടുള്ള ഓരോ തോരണങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. ട്വിങ്കിൾ ടൈഡ് ഫെസ്റ്റൂൺസ് ഓൺ ദ ട്രീസ് നിയർ ഹിസ് ഹൗസ്. അപ്പൊ എന്താണ്, ട്വിങ്കിൾ എന്ന് പറയുന്ന കുട്ടി എന്താണ് ഈ തോരണങ്ങളൊക്കെ അവരുടെ വീടിന്റെ അടുത്ത് തൂക്കാൻ തുടങ്ങി. ഡിംപിൾ പുട്ട് സം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഓൺ ദ പ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. അപ്പൊ എന്താണ്, ഡിംപിൾ എന്ന് പറയുന്ന ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത്, കുറച്ച് ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ അവരുടെ വീടിന്റെ പുറത്ത് ഒരു പ്ലേറ്റിൽ വെക്കാൻ തുടങ്ങി. എന്തിനാണ് അത് വെക്കുന്നത്, ബേർഡ്സിന് വിശക്കുമ്പോൾ വേണമെങ്കിൽ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദേ ഹാപ്പിലി വെയിറ്റഡ് ഫോർ ദ ബേർഡ്സ്. എന്നിട്ട് എന്താണ്, ഇവര് ബേർഡ്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, chirping of sparrows, whistle of myna, songs of cuckoos. The whole village was filled with the sounds of birds. The birds of all sizes and colors flew around. The trees showered colorful flowers. The village looked like a painted picture. Okay, അപ്പോൾ ഇവിടെ എന്താണ്, chirping of sparrows. ഓക്കെ, അപ്പൊ സ്പാരോസ് എന്ന് പറയുന്ന ബേർഡ്സ് എന്താണ് ട്രിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കുക. അവരുടെ ഭാഷയിൽ അവർ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വിസിൽ ഓഫ് മൈനാസ്. ഓക്കെ, പിന്നെ സോങ്സ് ഓഫ് കുക്കു എങ്ങനെയാണ്, കൂ എന്ന് പറഞ്ഞിട്ട് കുക്കു കരയും. അപ്പം ഓരോ ബേർഡ്സും വരുന്ന ബേർഡ്സ് ഒക്കെ അവരുടെ സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവർ സന്തോഷിക്കുകയാണ്. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് സൗണ്ട്സ് ഓഫ് ബേർഡ്സ്. അപ്പൊ എന്താണ്, അവിടെ നോർമലി അവർ വേറൊരു സൗണ്ടും ഇല്ലാതെ ഒരു സൈലന്റ് ആംബിയൻസ് വെച്ചുകൊണ്ടിരുന്ന വില്ലേജ് ആണ്. അപ്പൊ ബേർഡ്സ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ബേർഡ്സിന്റെ സൗണ്ട് മാത്രം അവിടെ പ്രോമിനന്റ് ആയിട്ട് ആ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബേർഡ്സ് ഓഫ് ഓൾ സൈസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. അപ്പൊ എന്താണ്, ബേർഡ്സ് ഓഫ് ഓൾ സൈസ്, ചെറുതും തൊട്ട് വലിയ സൈസുള്ള ബേർഡ്സ് ഒക്കെ അവിടെ പറക്കാൻ തുടങ്ങി. ഓക്കെ, the trees showered colorful flowers. അപ്പൊ എന്താണ്, ട്രീസ് എല്ലാം ആ സീസണിൽ എന്താണ്, സമ്മർ സീസണിൽ ഫുൾ ഫ്ലവേഴ്സ് ആയിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അവരെന്താക്കി, ഈ കിളികൾ വരുന്ന സമയത്ത് ഷവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കള് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പൂക്കൾ എറിയില്ലേ, അല്ലെങ്കിൽ നമ്മൾ പള്ളികളിൽ അമ്പലങ്ങളിലൊക്കെ എന്താണ് ദൈവത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ പൂക്കൾ എറിയില്ലേ, അതേപോലെ ബേർഡ്സ് വരുമ്പോൾ മരങ്ങൾ തന്നെ പൂക്കൾ വിതറുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ വില്ലേജ് ലുക്ക് ലൈക്ക് എ പെയിന്റഡ് പിക്ചർ. അപ്പൊ വില്ലേജ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ്, ഒരു മനോഹരമായിട്ടുള്ള വില്ലേജ് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ,
ട്രീസ് എല്ലാം നിറയെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ സൈലന്റ് ആൻഡ് പീസ് ആയിട്ടുള്ളൊരു വില്ലേജ് ആണ്. പിന്നെ എന്താണ്, നിറയെ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ബേർഡ്സ് ആ വില്ലേജിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താണ്, ഒരു ചിത്രം വരച്ചതുപോലെ നല്ലൊരു പെയിന്റഡ് പിക്ചർ പോലെ ആ വില്ലേജ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. Birds enjoyed the treat of the villagers. They built nests and laid eggs in them. Weeks passed, the eggs hatched. At the end of summer, the birds flew back with their chicks. Lovely feathers lay spread around the trees. അപ്പൊ എന്താണ് സംഭവിച്ചത്? ബേർഡ്സ്, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാര് ആ ബേർഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്തു. എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ബേർഡ്സിന് ശല്യമില്ലാത്ത രീതിയിൽ അവർ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ആ വില്ലേജിലുള്ള ആൾക്കാർ അവിടെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. പിന്നെ വേറെന്താണ്, അപ്പം ബേർഡ്സ് ഇവിടെ വന്നു കഴിഞ്ഞ് ഈ സൈലന്റ് ആയിട്ടുള്ള ആംബിയൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെന്താണ് അവിടെ കൂടുണ്ടാക്കുകയും അതേപോലെ ആ കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനും തുടങ്ങി. ഓക്കെ, അങ്ങനെ ആഴ്ചകൾ കിടന്നുപോയി. ഓക്കെ, ആഴ്ചകൾ കിടന്നുപോയപ്പോൾ മുട്ടയിട്ടു. ആഴ്ചകൾ കിടന്നു പോകുന്ന സമയത്ത് എന്താ, മുട്ട അവർ അടയിരുന്നിട്ട് മുട്ട വിരിയിച്ചു. The eggs hatched. At the end of summer, the birds flew back with their chicks. അതെന്താണ്, സമ്മറിന് വേനൽക്കാലത്തിന്റെ അവസാനമായപ്പോഴത്തേക്കും ഈ ഗ്രാമത്തിൽ നിന്ന് ഇപ്പൊ ഇവര് സമ്മറിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന് ആ ഗ്രാമം മൊത്തം എൻജോയ് ചെയ്ത് അവിടെ കൂടുണ്ടാക്കി മുട്ടയിട്ടു അടയിരുന്ന് വിരിയിച്ചിട്ട് അവരവരുടെ കുട്ടികളെയും കൊണ്ട് തിരിച്ച് പറന്നു പോകുകയാണ്. Lovely feathers lay spread around the trees. അപ്പൊ എന്താണ്, മരത്തിന്റെ ചോട്ടിൽ എന്താണ്, ഈ നല്ല കളർഫുൾ ബേർഡ്സിന്റെ ഫെദേഴ്സ് ഒക്കെ വീണ് കിടക്കുന്നത് കാണാം. ഓക്കെ. Twinkle and Dimple were collecting feathers. Hey Twinkle, look, come and see this. Dimple pointed to a heap of dry leaves. They sat down to have a closer look. Their eyes widened. Okay, അപ്പൊ എന്താണ് സംഭവിച്ചത്? ട്വിങ്കിളും ഡിംപിളും കൂടെ എന്താണ്, പിന്നെ ഈ നിറയെ കളർഫുൾ ബേർഡ്സ് ഒക്കെ വന്നു പോയ സമയത്ത് താഴെ വീണ അവരുടെ ഫെദേഴ്സ്, തൂവലുകൾ ഇവര് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കളക്ട് ചെയ്യുന്ന സമയത്ത് ട്വിങ്കിളും ഡിംപിളും കൂടെ ഒരു കാര്യം കാണുന്നതാണ് ഇവിടെ പറയുന്നത്. ഹേ ട്വിങ്കിൾ, ലുക്ക്, കം ആൻഡ് സീ ദിസ്. അപ്പൊ എന്താണ്, ഡിംപിൾ പറയാണ്, ഹേ ട്വിങ്കിൾ, എടാ നീ ഇങ്ങ് വാ, ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഡിംപിൾ പോയിന്റഡ് ടു എ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. അപ്പൊ എന്താണ്, ഒരു കുറച്ചധികം ഉണങ്ങിയ ഇലേന്റെ ഒരു കൂമ്പാരം കാണിച്ചു കൊടുത്തിട്ട് ഡിംപിൾ ട്വിങ്കിളിനോട് പറയാണ്. They sat down to have a closer look. അപ്പൊ അവർ രണ്ടുപേരും നിലത്ത് ഇരുന്നിട്ട് ഒന്നും കൂടെ എന്താണ് അടുത്തിരുന്നിട്ട് അതെന്താന്ന് അവർ നോക്കുകയാണ്. They sat down to have a closer look. Their eyes widened. ഇവിടെ eyes widened എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ സർപ്രൈസോടെ ആകാംക്ഷയോടെ ഒരു കാര്യത്തിനെ നോക്കുന്നതിനെയാണ് നമ്മൾ eyes widened എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും ആ ഡ്രൈ ലീവ്സ് മാറ്റിയിട്ട് നോക്കുകയാണ് എന്താണ് ഉള്ളത് എന്ന്. A golden egg. They had never seen such an egg before. Dimple and Twinkle took the golden egg to their hen house. The hen was brooding over its eggs. Twinkle kept the golden egg near the hen carefully. Please take care of this egg too, said Dimple. Cluck, cluck. The hen clucked and drew the egg close to it. Okay. അപ്പൊ എന്താണ്, ഇവര് ഫെദേഴ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ് കണ്ടു. ഓക്കെ, അപ്പൊ ആ ഡ്രൈ ലീവ്സിന്റെ അടിയിൽ എന്താണ് ഇവർക്ക് കാണാൻ പറ്റിയത്? ഒരു ഗോൾഡൻ എഗ് കാണാൻ പറ്റി. ഓക്കെ, എ ഗോൾഡൻ എഗ്. They had never seen such an egg before. ഇതേപോലത്തെ ഒരു ഗോൾഡൻ എഗ് ഇവര് ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. Dimple and Twinkle took the golden egg to their. അപ്പൊ ഇവരെന്താണ്, ആ ഗോൾഡൻ എഗ്ഗും എടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുകയും അവരുടെ വീട്ടിൽ എന്താണ്, അവരുടെ വീട്ടിലെ കോഴി എന്താണ് മുട്ടയിട്ടിട്ട് അടയിരുന്ന് വിരിയിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക,
ബ്രൂഡിംഗ് എന്ന് പറയാം. ഇത് ഹെൻ വാസ് ബ്രൂഡിംഗ് ഓവർ ഇറ്റ്സ് എഗ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് തന്നെയാണ്. എന്താണ്? കോഴി മുട്ടയിട്ടിട്ട് അതിൻ്റെ മേലെ അടയിരുന്നിട്ട്, അടയിരിക്കുക എന്ന് പറഞ്ഞാൽ മുട്ടയ്ക്ക് ചൂട് കൊടുത്തിട്ട്, ഇൻക്യുബേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ആ മുട്ട വിരിയിച്ചെടുക്കും. ഓക്കെ, അപ്പം ആ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് കിട്ടിയ ഗോൾഡൻ എഗ്ഗും കൂടെ ആര് ഇവിടെ കൊണ്ടുവച്ചു? ട്വിങ്കിളും ഡിംപിളും കൂടെ അവരുടെ വീട്ടിലെ കോഴീൻ്റെ അടയിരിക്കുന്നതിൻ്റെ കൂടെ കൊണ്ടുവച്ചു. ഓക്കെ, പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു സെഡ് ഡിംപിൾ. അപ്പൊ ഡിംപിൾ കോഴീനോട് പറയാണ് ഈ മുട്ടേനെയും കൂടെ ഒന്ന് സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് ഡിംപിൾ കോഴീനോട് പറയാണ്. ക്ലക്ക് ക്ലക്ക് the hen clucked and drew the egg close to it. ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ആയിട്ടാണ് പറയുന്നത്. നമ്മളിപ്പം ഒരു മനുഷ്യരൊക്കെ കോഴീൻ്റെ അടുത്ത് കൂടെ പോകുമ്പം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അതേപോലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കോഴി എന്ത് ചെയ്തു? ആ ഗോൾഡൻ എഗ്ഗും കൂടെ കോഴീൻ്റെ അടുത്തേക്ക് വെച്ചു. ഓക്കെ, ആഫ്റ്റർ സം വീക്സ് the golden egg hatched. A tiny chick came out. It had short wings and an yellow beak. Look how cute it is, Twinkle shouted in joy. Dimple took it in her hand and held it close. We call you Goldie, said Dimple. Okay, അപ്പൊ എന്താണ്? ആഴ്ചകൾ കിടന്ന് കഴിഞ്ഞപ്പോൾ ഈ ഗോൾഡൻ എഗ് എന്തായി? ഹാച്ച് ചെയ്തു. ഹാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു. വിരിഞ്ഞു കഴിഞ്ഞപ്പം അതിൽ നിന്ന് എന്താണ് കിട്ടിയത്? ഒരു ടൈനി ചിക്കിനെ കിട്ടി. ഓക്കെ, അപ്പൊ ബേർഡ്സിന്റെ കുട്ടികളെ പറയുന്നതാണ് ചിക്ക്. ഓക്കെ, എ ടൈനി ചിക്ക് കേം ഔട്ട്. ഓക്കെ, ഇറ്റ് ഹാഡ് ഷോർട്ട് വിങ്സ് ആൻഡ് യെല്ലോ ബീക്ക്. അപ്പൊ അതിന്റെ ചുണ്ടുകൾ യെല്ലോ കളറായിരുന്നു, അതേപോലെ അതിന് കുഞ്ഞു ചിറകുകളൊക്കെ വന്നിരുന്നു. Look how cute it is, Twinkle shouted in joy. അപ്പം അതിനെ കാണാൻ എന്ത് രസമാണെന്ന് സന്തോഷത്തോടെ ട്വിങ്കിൾ ഒച്ചത്തിൽ പറയാൻ തുടങ്ങി. Dimple took it in her hand and held it close. അപ്പൊ ഡിംപിൾ എന്താണ്? സന്തോഷത്തോടെ അതിനെ കയ്യിലെടുത്തിട്ട് അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. We call you Goldie, said Dimple. അപ്പൊ ഡിംപിൾ ആ ഗോൾഡൻ എഗ്ഗിൽ നിന്ന് വിരിഞ്ഞ പക്ഷിക്കുട്ടിക്ക് ഒരു പേരിട്ടു. എന്താണ്? ഗോൾഡി. We call you Goldie. അപ്പൊ എന്താണ്? ഗോൾഡൻ എഗ്ഗിൽ നിന്ന് വിരിഞ്ഞ ചിക്കിന്റെ പേരാണ് ഗോൾഡി. ഓക്കെ, one day Goldie and chicks were near the river. Suddenly Goldie jumped into the water and started swimming. Cluck cluck, the hen clucked in wonders. Okay, അപ്പൊ എന്താണ്? ഒരു ദിവസം ഗോൾഡി ആൻഡ് ദ ചിക്സ് വെന്റ് നിയർ ദ റിവർ. അപ്പൊ എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ഹെന്നിന്റെ കൂടെയാണ് ഈ ഗോൾഡിനെയും കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ ഹെന്ന് അതിന്റെ ചിക്സിനെയും കൂട്ടി ഒരു ദിവസം അവരുടെ ഹരിതഗിരിയിലെ റിവറിന്റെ സൈഡിലേക്ക് പോയപ്പം സഡൻലി ഗോൾഡി എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ചാടി. എന്നിട്ട് എന്ത് ചെയ്തു? നീന്താൻ തുടങ്ങി. ക്ലക്ക് ക്ലക്ക്, ഇത് ഹെൻ ക്ലക്ക്ഡ് ഇൻ വണ്ടേഴ്സ്. അപ്പൊ ക്ലക്ക് ക്ലക്ക് എന്ന് കോഴി സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്താണ്? ആശ്ചര്യത്തോടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഗോൾഡി സ്വിം ചെയ്യുന്നത് നോക്കി നിന്നു. ഓക്കെ, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെയർ വാച്ചിങ് ഗോൾഡി സ്വിമ്മിങ്. എന്താണ്? അപ്പൊ ട്വിങ്കിളും ഡിംപിളും എന്താണ്? ഗോൾഡി സ്വിം ചെയ്യുന്നത് നോക്കിയിരുന്നു. ലുക്ക് ഗോൾഡി സ്വിം വെൽ, സെഡ് ട്വിങ്കിൾ. അപ്പൊ ട്വിങ്കിൾ പറയാണ് ഗോൾഡി നന്നായിട്ട് നീന്തുന്നുണ്ടല്ലോ എന്ന് പറയാണ്. Goldie, come back. The water is too dirty, called out Dimple. അപ്പൊ ഡിംപിൾ ഭയങ്കര കെയറിങ് ആയിട്ട് ഗോൾഡിനോട് പറയാണ്, തിരിച്ചു വാ ഗോൾഡി, ഇത് വാട്ടർ ഇസ് ടു ഡേർട്ടി. വെള്ളം ഭയങ്കര അഴുക്കായിട്ട് കിടക്കുകയാണ്, അതുകാരണം നീ പെട്ടെന്ന് തിരിച്ചു കയറി വാ എന്ന് ഡിംപിൾ സ്നേഹത്തോടെ പറയുകയാണ്. One day Grandpa visited Dimple and Twinkle. He saw Goldie. Where did you get this chick from? Grandfather asked in wonders. The children told him the whole story. This is the chick of Rainbow Bird, Grandpa said. Rainbow Bird? The children exclaimed. Yes, I was young. Hundreds of rainbow birds used to come here. അപ്പൊ എന്താണ്? ഒരു ദിവസം ഡിംപിളിന്റെയും ട്വിങ്കിളിന്റെയും വീട്ടിലേക്ക് ഗ്രാൻഡ്പ ഇവരെ കാണാൻ വേണ്ടി വരികയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഗ്രാൻഡ്പ എന്തിനെയാണ് കാണുന്നത്? ഗോൾഡിനെ കണ്ടു. Where did you get this from? അപ്പൊ എന്താണ്? ഗ്രാൻഡ്പ ട്വിങ്കിളിനോടും ഡിംപിളിനോടും ചോദിക്കുകയാണ്, ഈ ചിക്കനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഓക്കെ, ഗ്രാൻഡ്പ asked in wonders.
എന്താണ് ആശ്ചര്യത്തോടെയാണ് ട്വിങ്കിളിനോടും ഡിംപിളിനോടും ചോദിച്ചത്. The children told him the whole story. അപ്പൊ എന്താണ് ഈ ഫുൾ കഥ, അവർക്കൊരു ഗോൾഡൻ എഗ് കിട്ടി, പിന്നെ അവരുടെ വീട്ടിലെ കോഴീൻ്റെ കൂടെ കോഴി മുട്ട അടയിരിക്കുന്നതിൻ്റെ കൂടെ ഈ മുട്ട വെച്ച് വിരിയിച്ചു എന്നുള്ള ഫുൾ സ്റ്റോറി ഗ്രാൻഡ് പാനോട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. This is the chick of rainbow bird, grandpa said. അപ്പൊ എന്താണ് ഗ്രാൻഡ്പ ഈ ബേർഡിനെ കണ്ടപ്പോഴേ പറഞ്ഞു ഇതെന്താണ് റെയിൻബോ ബേർഡ് ആണ്, ഇത് മഴവിൽ പക്ഷിയാണിത് എന്ന് ഗ്രാൻഡ്പ ഇവരോട് പറയാണ്. റെയിൻബോ ബേർഡ്, ഇത് ചിൽഡ്രൻ ആശ്ചര്യത്തോടെ ഗ്രാൻഡ്പനോട് ചോദിച്ചു. റെയിൻബോ ബേർഡോ എന്ന് ഇവരോ ട്വിങ്കിളും ഡിംപിളും ഗ്രാൻഡ്പനോട് ചോദിച്ചു. യെസ്, when I was young, hundreds of rainbow birds used to come here. അപ്പൊ എന്താണ് ഗ്രാൻഡ്പ പറയാണ്, ഗ്രാൻഡ്പന്റെ ചെറുപ്പകാലത്ത് യങ്ങായിരുന്ന സമയത്ത് 100ഓളം റെയിൻബോ ബേർഡ്സ് ഈ ഗ്രാമത്തിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ബേർഡ്സ് വരുന്നത് കുറവാണെന്നുള്ള രീതിയിൽ ഗ്രാൻഡ്പ ട്വിങ്കിളിനോടും ഡിംപിളിനോടും പറയുകയാണ്. ഓക്കെ. In my childhood, the river was very clean and clear. Rainbow birds would come in flocks and swim in the river. Now the river of Haridagiri is dirty, so they stopped visiting our village. അപ്പോൾ ഗ്രാൻഡ്പ എന്താണ് ഇതിൻ്റെ പണ്ടത്തെ കഥകളൊക്കെ ഓർത്തെടുത്തിട്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ആയിട്ടുള്ള ട്വിങ്കിളിനോടും ഡിംപിളിനോടും പറയാണ് എന്താണ് ഗ്രാൻഡ്പേൻ്റെ ചെറുപ്പകാലത്ത് എന്താണ് അവിടെ കൂടെ ഒഴുകുന്ന നദി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഡംപ് ചെയ്യില്ലായിരുന്നു. അത് കാരണം എന്താണ് അവരുടെ ചെറുപ്പകാലത്ത് കുറേ റെയിൻബോ ബേർഡ്സ് എന്താണ് ഈ റിവറിൽ സ്വിം ചെയ്യാൻ വരുമായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പൊ റെയിൻബോ ബേർഡ്സ് വരുന്നില്ല. എന്താണ് ഹരിതഗിരിയിലെ റിവർ എന്താണ് ഡേർട്ടിയാണ്. എവിടൊക്കെ ഡേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അൺവാണ്ടഡ് വേസ്റ്റ് ഒക്കെ ആ റിവർ നദിയിൽ ഒഴുക്കി വിടുന്ന കാരണം ബേർഡ്സ് ഇപ്പൊ ആ നദിയിലേക്ക് വരുന്നില്ല എന്നാണ് ഗ്രാൻഡ്പ ട്വിങ്കിളിനോടും ഡിംപിളിനോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. The people started cleaning the river. They pulled out all the weeds and plastic bottles. They removed the mud. The river became clean as before. അപ്പൊ എന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്താ വില്ലേജിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു ഈ വില്ലേജിലുള്ള ആൾക്കാരെല്ലാവരും ഒത്തൊരുമയോടെ എന്ത് ചെയ്തു ആ റിവർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്യാണ് ആ റിവറിൽ ഇറങ്ങിയിട്ട് ആ റിവറിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ക്ലീൻ ചെയ്ത് പഴയ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഹരിതഗിരിയിലെ റിവർ. ഓക്കെ. The next festival season came. Many types of birds arrived. Dimple looked at the sky. Will Goldie's mother come? She thought. Okay. അപ്പോൾ എന്താണ് അടുത്ത ഫെസ്റ്റിവൽ സീസൺ ആയിട്ടും ആദ്യത്തെ ഫെസ്റ്റിവൽ സീസണിന്റെ സമയത്താണ് ഇവർക്ക് ഗോൾഡൻ എഗ് കിട്ടുകയും ആ ഗോൾഡൻ എഗ് ഇവർ വിരിയിക്കുകയും ചെയ്തത്. അപ്പം അടുത്ത ഫെസ്റ്റിവൽ സീസണിൽ ഡിംപിൾ പറയാണ് എന്താണ് ഇപ്രാവശ്യം ഗോൾഡീൻ്റെ അമ്മ വരുമോ. ഈ ഗോൾഡീൻ്റെ അമ്മയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു മുട്ട ഇട്ടിട്ട് പോയത്. അപ്പം ഈ പ്രാവശ്യത്തെ സീസണിന്റെ സമയത്ത് ഗോൾഡീൻ്റെ അമ്മ വരുമോ എന്ന് ഡിംപിൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആലോചിക്കുകയാണ്. ഷീ തോട്ട് എന്നാണ് പറയുന്നത്, ആലോചിക്കുകയാണ്. ഓക്കെ. Suddenly Twinkle and Dimple saw a wonderful sight. Hundreds of rainbow birds in the sky. Look, they are coming, the rainbow birds. The children shouted in joy. The birds landed on the clean river and swam joyfully. Okay. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞു, അടുത്ത ഫെസ്റ്റിവൽ സീസൺ ആയി. അപ്പം എന്താണ് ഒരു ദിവസം ടിങ്കിളും ഡിംപിളും നോക്കുമ്പോൾ എന്താണ് അവരൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീനാണ് അവർ കാണുന്നത്. വണ്ടർഫുൾ സൈറ്റ് ഒരു സീനാണ് കാണുന്നത്. ആ സീനിൽ എന്താണ് പറയുന്നത്? ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് ഇൻ ദ സ്കൈ. അവർ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ 100ഓളം റെയിൻബോ ബേർഡ്സ് പറന്നു വരികയാണ്. ലുക്ക്, ദേ ആർ കമ്മിങ്, ഇത് റെയിൻബോ ബേർഡ്സ്. അപ്പൊ അവർ പറയാണ് നോക്ക് അവര് വരുവാണ്. ആരാണ്? റെയിൻബോ ബേർഡ്സ്. ഇത് ചിൽഡ്രൻ ഷൗട്ടഡ് ഇൻ ജോയ്. അവിടുത്തെ പിള്ളേരെല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഓക്കെ. ദ ബേർഡ്സ് ലാൻഡഡ് ഓൺ ദ ക്ലീൻ റിവർ ആൻഡ് സാം ജോയ്ഫുള്ളി. എന്താണ് ആ ബേർഡ്സ് എല്ലാം ആ റിവറിലേക്ക് പറന്നിറങ്ങുകയും പിന്നെ എന്താണ് അവിടെ നീന്തി തുടിക്കാനും തുടങ്ങി.
The season ended. The birds started to fly back. On a sunny afternoon, the whole flock of golden birds flew up to the sky. Their feathers shone bright in the sunlight. Okay, അപ്പോൾ എന്താണ്? അപ്പോൾ ആ സീസണും അപ്പോൾ രണ്ടാമത്തെ സീസണിലും റെയിൻബോ ബേർഡ്സ് വന്നു. അവരുടെ ഫെസ്റ്റിവൽ ഇവിടെ വന്നു. ഇവരുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കൂടുണ്ടാക്കി അവരുടെ കുട്ടികളെ വിരിച്ച് അവർ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ എന്താണ്? ഒരു സണ്ണി ആഫ്റ്റർനൂൺ. ഇത് ഹോൾ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം പക്ഷികളെയാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയാ. FLOCK, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ഓക്കെ, ഒരു കൂട്ടം പക്ഷികൾ പറന്നിറങ്ങുന്നതിനെയാണ് നമ്മൾ ഫ്ലോക്സ് എന്ന് പറയാം. അപ്പോൾ ഹോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ് ഫ്ലൂ അപ്പ് ഇൻ ദ സ്കൈ. അപ്പൊ അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് പറന്നു. Their feathers shone bright in the sunlight. അപ്പൊ എന്താണ്? സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കാരണം എന്താണ്? അവരുടെ ഫെദേഴ്സ് നല്ല ഷൈനിങ് ആയിട്ട് അവർക്ക് ആകാശത്ത് കാണാൻ പറ്റി. ഓക്കെ. Dimple and Twinkle watched the birds flying far away. അപ്പൊ എന്താണ്? ട്വിങ്കിളും ഡിംപിളും ഈ പക്ഷികൾ തിരിച്ചു പറന്നു പോകുന്നത് ഇങ്ങനെ അവര് ദൂരത്തേക്ക് മറിഞ്ഞു പോകുന്നത് നോക്കി നിന്നുകൊണ്ടിരുന്നു. Suddenly one of the bird took a turn and flew back to them. അപ്പൊ എന്താണ്? പെട്ടെന്ന് ആ കൂട്ടം പക്ഷികളിൽ ആ ഫ്ലോക്ക് ഓഫ് ബേർഡ്സിൽ നിന്ന് ഒരു ബേർഡ് മാത്രം തിരിച്ചു വന്നു. It touched Goldie with its wings and flew up. Goldie's eyes widened. അപ്പൊ എന്താണ്? ആ പക്ഷികളെല്ലാം തിരിച്ചു പോകുന്ന സമയത്ത് കൂട്ടത്തോടെ ആകാശത്ത് പറന്നു പോകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു പക്ഷി മാത്രം എന്താണ്? തിരിച്ച് പറന്നു വരികയും ഗോൾഡീനെ അവരുടെ വിങ്സ് കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അവർ തിരിച്ച് പറക്കുകയും ചെയ്തു. അത് കണ്ടിട്ട് എന്താണ്? ഗോൾഡീസ് ഐസ് വൈഡൻഡ്. അത് ഐസ് വൈഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്രൈസ് ആയിപ്പോയി ഗോൾഡിക്ക്. ഗോൾഡി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്താണ്? അതിലുള്ള ഒരു ബേർഡ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും എന്ന്, വിങ്സ് വെച്ച് എന്നെ കെട്ടിപ്പിടിക്കുന്നു ഗോൾഡി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഗോൾഡിക്ക് സർപ്രൈസ് ആയി എന്നാണ് ഇവിടെ പറയുന്നത്. Soon Goldie also flapped its little wings. The birds flew up and disappeared in the sky. Bye Goldie, see you in the next festival. The children waved their hands. അപ്പോൾ എന്താണ്? Soon Goldie also flapped its little wings. അപ്പോൾ എന്താണ്? ഗോൾഡി എന്ത് ചെയ്തു? അവളുടെ ചെറിയ ചിറകുകൾ ഫ്ലാപ്പ് ചെയ്തു. ഫ്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിറകടിച്ചു. ഓക്കെ. The birds flew up and disappeared in the sky. എന്താണ്? ബേർഡ്സ് എല്ലാം പറന്ന് ആകാശത്ത് നിന്ന് മറഞ്ഞുപോയി. Bye Goldie, see you in the next festival. അപ്പൊ ട്വിങ്കിളും ഡിംപിളും ബായ് പറയാണ് ഗോൾഡിക്ക്. അടുത്ത ഫെസ്റ്റിവലിന് കാണാമെന്ന് ഗോൾഡിനോട് പറയാണ്. The children waved their hands. അവർ ട്വിങ്കിളും ഡിംപിളും എന്ത് ചെയ്തു? ഗോൾഡിക്ക് ടാറ്റ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. ഓക്കെ. അപ്പം അതാണ് സ്റ്റോറി. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. എന്താണ്? ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ബേർഡ്സിന്റെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഒരു കഥയാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ എന്താണ്? അവിടെയുള്ള ആൾക്കാർ സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ തോരണങ്ങളൊക്കെ തൂക്കി ബേർഡ്സിനെ വെൽക്കം ചെയ്യും. ബേർഡ്സ് വന്നു കഴിഞ്ഞാൽ സമ്മർ സീസണിലാണ് അവർ വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നിശബ്ദതയായിട്ടുള്ള പീസായിട്ടുള്ള വില്ലേജിൽ എന്താണ്? അവർ കൂടുണ്ടാക്കുകയും മുട്ടയിടുകയും പിന്നെ എന്താണ്? മുട്ട ആഴ്ചകളോളം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുകയും പിന്നെ എന്താണ്? സമ്മർ സീസണിന്റെ എൻഡിങ് ആകുമ്പോൾ അവര് തിരിച്ചു പറക്കുകയും ചെയ്യും. ഓക്കെ. അതാണ് ബേർഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം അവർക്കൊരു ഗോൾഡൻ എഗ്ഗ്, ബേർഡ്സ് തിരിച്ചു പോയ സമയത്ത് ഒരു ഗോൾഡൻ എഗ്ഗ് ട്വിങ്കിളിനും ഡിംപിളിനും കിട്ടുകയും ആ ഗോൾഡൻ എഗ്ഗ് ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കോഴി അടയിരിക്കുന്നതിൻ്റെ കൂടെ വെച്ച് വിരിയിക്കുകയും അങ്ങനെ അവർക്കൊരു റെയിൻബോ ബേർഡിനെ കിട്ടുകയും റെയിൻബോ ബേർഡിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരതിനെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ്? അടുത്ത ഫെസ്റ്റിവൽ സീസൺ ആവുന്ന സമയത്ത്
സമയത്ത് എന്താണ് ആ റിവറിലെ അപ്പൊ ഗ്രാൻഡ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ റിവറിൽ പണ്ട് 100ഓളം റെയിൻബോ ബേർഡ്സ് വരികയുണ്ടായിരുന്നു. ഇപ്പൊ റിവർ എന്താണ് അഴുക്കായതുകൊണ്ടാണ് ഇപ്പൊ റെയിൻബോ ബേർഡ്സ് വരാത്തത്. അപ്പൊ എന്താണ് അവിടുത്തെ വില്ലേജേഴ്സ് എല്ലാം ആ റിവർ ക്ലീൻ ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ഫെസ്റ്റിവലിന് എന്താണ് 100ഓളം റെയിൻബോ ബേർഡ്സ് വരികയും അവിടെ സ്വിം ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ എന്താണ് ഗോൾഡിന്ന് അവർക്ക് കിട്ടിയ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ പക്ഷിക്ക് അവർ ഗോൾഡിന്ന് പേരിടുകയും പിന്നെ എന്താണ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസണിന് വന്ന ബേർഡ്സിന്റെ കൂടെ ഗോൾഡിനെ അവർ ടാറ്റ പറഞ്ഞയക്കുകയാണ് നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസണിന് കാണാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ, റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ ബോക്സ്. അപ്പൊ ഇവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The trees bears flowers. Village wait for the birds to come. എന്താണ് ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് ആണ്. It is a beautiful village. A river flows through it. എന്താണ് ഹരിതഗിരിയാണ്. Okay. They are twins. They decorate their house. ആരൊക്കെയാണ്? Twinkle and Dimple. A chick came out of the golden egg. ആരാണ്? ഗോൾഡി അല്ലെങ്കിൽ റെയിൻബോ ബേർഡ്. He came to visit his grandchildren. He told them about the rainbow birds. ആരാണ്? grandfather അല്ലെങ്കിൽ grandpa. A bird took a sudden turn and flew back to Goldie. ആരായിരിക്കും? ഇത് റെയിൻബോ ബേർഡ് അല്ലെങ്കിൽ ആരായിരിക്കും? ഗോൾഡിന്റെ മദർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോം പോലെ ചെറുത് കൊടുത്തിട്ട് നമുക്ക് വായിക്കാം. ഇത് സമ്മർ ബേർഡ്. A birdie flies so high up in the sky. Okay, sitting on a tree, it sings so free. When the summer ends, it flies back to the friends. Will you come again when the summer sun glows? Okay, അപ്പോൾ എന്താണ്? ഒരു ബേർഡ് ഒരു മരത്തിന്റെ അല്ല ആകാശത്തിലേക്ക് മേലെ ഇരുന്ന് പറക്കുകയാണ്. പിന്നെ എന്താണ് അത് ചെയ്യുക? സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ്സ് സോ ഫ്രീ. അത് മരത്തിന്റെ ചില്ലയിലിരുന്നിട്ട് എന്താണ് സന്തോഷത്തോടെ അത് പാട്ട് പാടും. When the summer ends, it flies back to the friend. എന്താണ് സമ്മർ സീസൺ കഴിയുമ്പോഴത്തേക്കും ആ ബേർഡ്സ് എല്ലാവരും എന്താണ് തിരിച്ച് അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവും. Will you come again when the summer sun glows? അടുത്ത പ്രാവശ്യം സമ്മർ സണ്ണ് ഗ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചു വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.